ഇതൊരു പ്രൈമറി സക്സഷൻ്റെ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ്. നമ്മൾ പ്രൈമറി സക്സഷൻ ഓൺ ബെയർ റോക്കും പറഞ്ഞു, അതുപോലെ നമ്മൾ വാട്ടറിലും പറഞ്ഞു. സോ ഇവിടെ പ്രൈമറി സക്സഷൻ നമ്മൾ വെള്ളത്തിലുള്ളത്, വാട്ടർ അല്ലെങ്കിൽ വെറ്റ് ഏരിയസിലുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. സോ ഹൈഡ്രാർ സക്സഷൻ്റെ ഒരു ഡയഗ്രമാണ്. ഹൈഡ്രാർ സക്സഷൻ ഒരു പോണ്ടിൽ ഹൈഡ്രാർ സക്സഷൻ വന്നിട്ട് അതെങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്. പ്രൈമറി സക്സഷൻ തന്നെയാണ്, പക്ഷെ അവിടെ ഒരു പോണ്ടിൽ ഹൈഡ്രാർച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതാണ് നമ്മളൊരു പോണ്ടായിട്ട് നമ്മൾ പറയണു. സോ ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് കാണാം ഫൈറ്റോ പ്ലാങ്ക്ടൺ. സോ ഇവിടെ വാട്ടർ മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണ് ആദ്യത്തെ സ്റ്റേജിൽ കാണിക്കുന്നത്. സോ ഹൈഡ്രാർ സക്സഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബെയർ വാട്ടർ ബോഡീസിലാണ്. സീറിക് ആണെങ്കിൽ ബെയർ റോക്കിലാണ്, ഇത് ബെയർ വാട്ടർ ബോഡീസിലാണ് ഒരു ഹൈഡ്രാർ സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയുള്ള ആദ്യത്തെ പൈനർ സ്പീഷീസ് വന്ന് ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ പ്ലാന്റ്സുകൾ, അതുപോലെ അവരെ കൺസ്യൂം ചെയ്യുന്ന സൂ പ്ലാങ്ക്ടൻസും ഉണ്ടായിരിക്കും, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആനിമൽസ്. നമ്മളിവിടെ ഒരെണ്ണത്തിന് മാത്രമേ പേര് എഴുതി കാണിക്കുന്നുള്ളൂ, ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറയും. സോ ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണ് ഇതിലെ ആദ്യത്തെ പൈനിയർ സ്പീഷീസ്, നമ്മുടെ ഫൈറ്റോ പ്ലാങ്ക്ടൺ സ്റ്റേജ് എന്ന് പറയുന്നു. സോ ആ ഹൈഡ്രാർ സക്സഷനിലെ ആദ്യത്തെ പൈനിയർ സ്പീഷീസ് ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണ്. അതിനുശേഷം അപ്പോൾ ആ സ്റ്റേജിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് അടുത്ത സ്റ്റേജിലേക്ക് എത്തണമെന്ന് പറയാം. സോ ഇവിടെ കുറേ സോയിൽ കാണാൻ, നമുക്ക് ഇവിടെ വാട്ടറും കാണാൻ പറ്റും. സോ സോയിൽ ഇറോഷൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ സൈഡിൽ ഉള്ള ആ സോയിലുകളൊക്കെ, സൈഡ്സ് ഓഫ് ദ വാട്ടർ ബോഡിയിൽ സോയിൽ ഇറോഷൻ സംഭവിച്ച് സോയിൽ പാർട്ടിക്കിൾസ് ഒക്കെ ഇതിൻ്റെ താഴേക്ക് വരാൻ തുടങ്ങും. സോ ഈ സോയിൽ പാർട്ടിക്കിൾസ് സോയിൽ ഇറോഷൻ്റെ ഭാഗമായിട്ട് ബോട്ടത്തിലേക്ക് വരാൻ തുടങ്ങുന്നു. അങ്ങനെ ഇതിൻ്റെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഫൈറ്റോ പ്ലാങ്ക്ടൺസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സൂ പ്ലാങ്ക്ടൺസ് ഒക്കെ അവരുടെയൊക്കെ ഡെഡ് റിമൈനിങ്സ്, ഡീകെ, പൈനർ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന ഫൈറ്റോ പ്ലാങ്ക്ടൻസിൻ്റെ ഒക്കെ ഡെത്ത് ആൻഡ് ഡീകെ കാരണം അവിടെ ഓർഗാനിക് മാറ്ററും ഫോം ചെയ്യുന്നു. സോ വാട്ടറിൽ ഓർഗാനിക് മാറ്റർ ഫോം ചെയ്യുന്നു. അതുപോലെ സോയിൽ ഇറോഷൻ കാരണം ഇവിടെ സൈഡ്സ് ഓഫ് വാട്ടറിലുള്ള സോയിലും ബോട്ടത്തിൽ സെറ്റിൽ ഡൗൺ ആവുന്നു. സോ സോയിൽ പാർട്ടിക്കിൾസും ഇവിടെ വരുന്ന സോയിൽ പാർട്ടിക്കിൾസും ഇവിടെ ഉണ്ടായിരുന്ന പൈനർ സ്പീഷീസ് ആയ ഫൈറ്റോ പ്ലാങ്ക്ടൺ, സൂ പ്ലാങ്ക്ടൺ അവരുടെ ഡെഡ് റിമൈനിങ്സ് ആ പൈനർ സ്പീഷീസിൻ്റെയും ഓർഗാനിക് മാറ്ററും കൂടി വാട്ടറിൽ കാണപ്പെടുന്നു. സോ സോയിൽ പാർട്ടിക്കിൾസും ഓർഗാനിക് മാറ്ററും കൂടി മിക്സ് ചെയ്ത് അവിടെ വാട്ടറിൽ ഒരു സോഫ്റ്റ് മഡ് പോലെ ബോട്ടത്തിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. സോഫ്റ്റ് മഡ്, അങ്ങനെ സോഫ്റ്റ് മഡ് ബോട്ടത്തിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ മഡ് സ്യൂട്ടബിൾ ഫോർ അടുത്ത ടൈപ്പ് ഓഫ് ഗ്രോത്തിന് സ്യൂട്ടബിൾ ആവുന്നു. ആ അടുത്ത ടൈപ്പാണ് നമ്മൾ പറയുന്ന സബ്മേർജ്ഡ് ടൈപ്പ്. സോ അങ്ങനെ ഓർഗാനിക് മാറ്ററും സോയിൽ പാർട്ടിക്കിൾസും വരുമ്പോൾ അടുത്ത അതൊരു മഡ് ഫോമിൽ വന്നു കഴിഞ്ഞാൽ ബോട്ടത്തിൽ സെറ്റിൽ ഡൗൺ ആകുമ്പോൾ ഇതിൽ നിന്ന് അടുത്ത സ്റ്റേജിൽ ഒരു സബ്മേർജ്ഡ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ടൈപ്പായി മാറുന്നു. സോ അപ്പോൾ അവിടെ എന്തായിരുന്നു അടുത്ത ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് വരുന്നത് സബ്മേർജ്ഡ് പ്ലാന്റ് സ്റ്റേജുകളാണ് വരുന്നത്. സോ അവിടെ സബ്മേർജ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് സ്റ്റേജുകൾ നമുക്കിവിടെ കാണാം. ചെറിയ ചെറിയ സബ്മേർജ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് സ്റ്റേജുകൾ അടുത്ത സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യുന്നു, സബ്മേർജ്ഡ് പ്ലാന്റ് സ്റ്റേജ്. സോ സബ്മേർജ്ഡ് പ്ലാന്റ് സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ അവിടെ ആ പ്ലാന്റ്സുകൾക്ക് അവരുടെ റൂട്ടിനെ, ഇപ്പം നമ്മളിവിടെ ഡെവലപ്പ് ചെയ്ത മഡ് എന്ന് പറഞ്ഞില്ലേ, അവിടെ അവർക്ക് അവരുടെ റൂട്ടിനെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നു. ഹൈഡ്രില്ല വാലിസിനേറിയ പോലത്തെ അല്ലെങ്കിൽ യൂട്രിക്കുലേറിയ പോലത്തെ സബ്മേർജ്ഡ് പ്ലാന്റുകളാണ് അവിടെ കാണപ്പെടുന്നത്. വീണ്ടും സോയിൽ പാർട്ടിക്കിൾസ്, ഇവിടെയുള്ള സോയിൽ പാർട്ടിക്കിൾസ് ഇറോഷൻ്റെ ഭാഗമായിട്ട് അവിടെ കുറേ ബോട്ടത്തിൽ വന്ന് സെറ്റിൽ ആവുന്നു. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സബ്മേർജ്ഡ് പ്ലാന്റ് സ്റ്റേജുകളുടെ അവരുടെ ഡെത്തും ഡീക്കേയും കാരണം വീണ്ടും വീണ്ടും കുറച്ചും കൂടി ഓർഗാനിക് മാറ്റർ ഫോം ചെയ്യുന്നു. അങ്ങനെ ഇതിൻ്റെ ഡെപ്ത്, ഇതിൻ്റെ വാട്ടർ ബോഡിയുടെ ഡെപ്ത്, പോണ്ടിൻ്റെ വാട്ടർ ബോഡിയുടെ ഡെപ്ത് കുറയാൻ തുടങ്ങുന്നു. ബിക്കോസ് സോയിൽ ഇറോഷൻ കാരണമുള്ള സോയിലും പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആ സ്റ്റേജിലുള്ള ഓർഗാനിസത്തിൻ്റെ ഡെഡ് റിമൈനിങ്സിൻ്റെ ഓർഗാനിക് മാറ്റർക്ക് കൂടി ഈ പോണ്ടിൻ്റെ ഡെപ്ത്, വാട്ടർ ബോഡിയുടെ ആ ഡെപ്ത് കുറയാൻ തുടങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ അടുത്ത സ്റ്റേജിലുള്ള ഓർഗാനിസത്തിനുള്ള ഒരു തുടക്കം, അത് ബോട്ടം ഡ്വെല്ലിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ അവിടെ ഫേവറബിൾ ആവാൻ തുടങ്ങുന്നു. സോ അടുത്ത സ്റ്റേജിൽ വേറെ ടൈപ്പ് പ്ലാന്റ്സ് വരുന്നു, അതാണ് സബ്മേർജ്ഡ് ഫ്രീ ഫ്ലോട്ടിംഗ് പ്ലാന്റ് സ്റ്റേജിലേക്ക് എത്തുന്നു. സബ്മേർജ്ഡ് ഫ്രീ ഫ്ലോട്ടിംഗ് പ്ലാന്റ് സ്റ്റേജിൽ അവിടെ റൂട്ടഡ് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഗ്രോ ചെയ്യാൻ പറ്റുന്നു. സോ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ, സബ്മേർജ്ഡ് ആയിട്ടുള്ള ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പ്ലാന്റ് സ്റ്റേജുകൾ അവിടെ വളരാൻ തുടങ്ങുന്നു. നമുക്ക് കാണാം അത് കഴിഞ്ഞിട്ട് വേറെ അങ്ങനത്തെ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പ്ലാന്റ് സ്റ്റേജുകൾ അവിടെ, മറ്റേത് സബ്മേർജ്ഡ് ആയിരുന്നു. ഇവിടെ നോക്കിയേ ഈ പറഞ്ഞ ഫ്രീ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സുകൾ ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ പ്ലാന്റ്സ് എന്ത് ചെയ്യും, ദീസ് പ്ലാന്റ്സ് ഫിക്സ് ദെയർ റൂട്ട്സ്,
ഈ പ്ലാന്റ്സ് അവരുടെ റൂട്ട്സ് അവിടെ അതിലുണ്ട ആ മഡിൽ തന്നെ ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് ഫ്ലോട്ട് ചെയ്തുകൊണ്ട് തന്നെ അവരവിടെ ആ സർഫസ് ഓഫ് വാട്ടറിൽ കാണപ്പെടുന്നു. റൂട്ട്സ് അവിടെ ഫിക്സായി ഫ്ലോട്ട് ചെയ്ത് അവരുടെ സർഫസിൽ അവരുടെ ബാക്കി ഭാഗങ്ങൾ കാണിക്കുന്നു. നമ്മുടെ താമര അല്ലെങ്കിൽ ആമ്പൽ അങ്ങനത്തെയൊക്കെ ടൈപ്പ് പ്ലാന്റ്സുകളാണ് ഈ സ്റ്റേജിൽ നമ്മുടെ സബ്മേർജ്ഡ് ഫ്രീ ഫ്ലോട്ടിംഗ് പ്ലാന്റ് സ്റ്റേജിൽ കാണപ്പെടുന്നത്. ഇത് പോരാണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പിസ്റ്റിയ എന്ന ഐക്കോർണിയ, അതൊക്കെ അങ്ങനത്തെ ടൈപ്പ് പ്ലാന്റ്സുകളും ഈ സ്റ്റേജിൽ കാണപ്പെടുന്നു. ഈ പോണ്ടിൽ ആ സമയത്ത് ഗ്രോ ചെയ്യുന്നു. അതുപോലെ ഈ പോണ്ടിൻ്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ വീണ്ടും ഗ്രാജ്വലി അത് ഉയരാൻ തുടങ്ങുന്നു. ബോട്ടം വീണ്ടും വീണ്ടും റേസ് ആവാൻ തുടങ്ങുന്നു. വാട്ടർ ലെയർ കുറച്ചും കൂടി ഷേലോ ആവാൻ തുടങ്ങുന്നു. വാട്ടർ ലെയർ ഷേലോ ആയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ന്യൂട്രിയൻസും ഓരോ പ്ലാന്റ്സും അല്ലെങ്കിൽ ഓരോ ഓർഗാനിസും ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഓർഗാനിക് മാറ്റർ വരുമ്പോഴും അവിടെ ന്യൂട്രിയൻസിൻ്റെ അവൈലബിലിറ്റി കൂടാൻ തുടങ്ങുന്നു. സോ ഇപ്പോൾ ഈ പോണ്ടിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അടുത്തത് റൂട്ടഡ് ആയിട്ടുള്ള എമേർജ്ഡ് പ്ലാന്റ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത്രയും കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് വരുന്നത് റീഡ് സ്വാം സ്റ്റേജ് എന്ന് പറഞ്ഞൊരു സ്റ്റേജാണ്. റീഡ് സ്വാം സ്റ്റേജിൽ കുറച്ചും കൂടി ഇവിടത്തേക്കാളും കൂടുതൽ പ്ലാന്റ്സിനെ നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ എമർജ് ചെയ്ത് വരുന്നു. അവിടെ ഏരിയൽ ലീവ്സുകൾ നമുക്ക് കാണാൻ പറ്റും. ആ ഏരിയൽ ലീവ്സ് റൂട്ടഡ് ആയിട്ടുള്ള എമർജ് ചെയ്ത് വരുന്ന പ്ലാന്റ്സിന് ഏരിയൽ പുറത്തേക്ക് വരുന്ന ആ ലീവ്സ് ഉണ്ടെങ്കിലാണ് അതിനെ റീഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ റീഡ് എന്ന് പറഞ്ഞത്. സോ റീഡ്സ്. അപ്പോൾ അവിടെ അങ്ങനെ സാഗിറ്റേറിയ ടൈഫ പോലത്തെ പ്ലാന്റ്സുകളാണ് അവിടെ വരുന്നത്. ആ പ്ലാന്റ്സുകൾ എന്ത് ചെയ്യും? മുമ്പുണ്ടായിരുന്ന ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് റീഡ് സ്വാം സ്റ്റേജ്. അപ്പോൾ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സുകളിൽ നിന്ന് മാറി ഫ്ലോട്ടിംഗ് പ്ലാന്റ്സുകൾ മാറി എന്തായി റീഡ് സ്വാം സ്റ്റേജ്, ഏരിയൽ ലീവ്സ് ഉള്ള റീഡ് സ്വാം സ്റ്റേജിലേക്ക് എത്തുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ആംഫീബിയസ് ആയിട്ടുള്ള നേച്ചറാണ്. അവർക്ക് ഒരുപാട് നല്ല ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള റൈസോമുകൾ, റൂട്ട് പോലത്തെ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. പിന്നെയും ആ ഡെപ്ത് ഓഫ് ദ വാട്ടർ ബോഡി വീണ്ടും കുറഞ്ഞു വരാൻ തുടങ്ങുന്നു. അങ്ങനെ അവിടുത്തെ ഹാബിറ്ററ്റ് ഇങ്ങനത്തെ റീഡ്സുകൾക്ക് അൺസ്യൂട്ടബിളായി വരുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് വരുന്നു. അതാണ് മാർഷ് മെഡോ സ്റ്റേജ്. അടുത്ത സ്റ്റേജാണ് മാർഷ് മെഡോ സ്റ്റേജ്. ഈ മാർഷ് മെഡോ സ്റ്റേജിൽ കൂടുതൽ നമുക്ക് പറയുകയാണെങ്കിൽ കൂടുതൽ റൂട്ടഡ് ആയിട്ടുള്ള സ്പീഷീസ് ഓഫ് പ്ലാന്റ്സുകൾ ആ പോണ്ടിൽ ഡെവലപ്പ് ചെയ്യുന്നു. ഈ പോണ്ടിൻ്റെ സൈഡുകളൊക്കെ ട്രാൻസ്ഫോം ചെയ്ത് ഒരു മാർഷി ഹാബിറ്ററ്റായിട്ട്, ഇതിൻ്റെ സൈഡുകളൊക്കെ ഒരു മാർഷി ഹാബിറ്ററ്റായിട്ട് മാറുകയും ചെയ്യുന്നു. പിന്നെ ഇവിടെ ടെറസ്ട്രിയൽ സ്പീഷീസുകൾ, ഗ്രാസുകളൊക്കെ ഈ സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യുന്നു. ടെറസ്ട്രിയൽ ഹാബിറ്ററ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ വാട്ടറിൽ നിന്ന് ആ ടെറസ്ട്രിയൽ, സോ അവിടെ ഗ്രാസുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. പിന്നെ പുല്ലുകൾ, കോരപ്പുല്ലുകൾ അല്ലെങ്കിൽ പുൽത്തകിട് പോലത്തെ അങ്ങനത്തെ സ്റ്റേജസുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. ഗ്രാജ്വലി ഇവിടുത്തെ പ്ലാന്റ്സുകളൊക്കെ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടറിനെ ട്രാൻസ്ഫർ ചെയ്ത് അവിടെ സോയിൽ ഡ്രൈ ആവാൻ തുടങ്ങും. ഇവിടുത്തെ സോയിൽ കുറച്ചും കൂടി ഡ്രൈ ആകും. സോ ഇവിടുത്തെ പ്ലാന്റ്സിൽ എന്ത് ചെയ്യും? അതിനെ കൂടുതലായിട്ട് ആ പ്ലാന്റ്സ് മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടറിനെ ട്രാൻസ്ഫർ ചെയ്ത് കളഞ്ഞ് അവരെന്ത് ചെയ്യുന്നു? ഈ സോയിലിനെ കുറച്ചും കൂടി ഡ്രൈ ആക്കാൻ വരുന്നു. സോ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ ഗ്രാസസ് അവിടെ നിന്ന് ഡിസപ്പിയർ ആവുന്നു. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് വരുന്നതാണ് സ്ക്രബ് സ്റ്റേജ് എന്ന് പറയുന്നത്. സ്ക്രബ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറ്റിച്ചെടികളാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുറ്റിച്ചെടികളുടെ ഒരു ഘട്ടമാണ് വരുന്നത് സ്ക്രബ് സ്റ്റേജ്. സോ സ്ക്രബ് എന്ന് പറയുന്നത് നമ്മൾക്ക് പറയാം ബുഷ് അല്ലെങ്കിൽ ഷ്രബുകൾ, കുറ്റിച്ചെടികളാണ് ഉദ്ദേശിക്കുന്നത് സ്ക്രബ് സ്റ്റേജ്. ആ സ്റ്റേജുകളൊക്കെയാണ് വരുന്നത് അടുത്ത സ്റ്റേജിൽ. സോ ഓപ്പൺ വെജിറ്റേഷൻ ആയിരിക്കും. ഇവിടെ വുഡ് പ്ലാന്റ്സുകൾ കാണും. അതുകൊണ്ട് ഇതിനെ വുഡ് ലാൻഡ് എന്നും പറയുന്നു. ഈ ഇത്രയും കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി അവിടെ ട്രീ സ്പീഷീസ് കൂടി വരാൻ തുടങ്ങുന്നു. കണ്ടോ, നമുക്ക് അതിൻ്റെ ഇടയിൽ തന്നെ ട്രീ സ്പീഷീസ് കാണാം. ആ ട്രീ സ്പീഷീസ് എത്തിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്താ? ഈ ട്രീകളൊക്കെ ഗ്രോ ചെയ്ത് തിക്കായിട്ടുള്ള ഒരു വെജിറ്റേഷനായി മാറി പിന്നീട് അത് ഒരു ഫോറസ്റ്റ് സ്റ്റേജിലേക്ക് വരുന്നു. സോ നമ്മുടെ പൈനിയർ ആയിട്ടുള്ള ഫൈറ്റോ പ്ലാങ്ക്ടനിൽ നിന്ന് എത്തി അവിടെ എന്തായി? ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഒരു വാട്ടർ കണ്ടീഷനിൽ നിന്ന് ഇവിടെ മ്യൂസിക് ആയിട്ടുള്ള ഫോറസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുന്നു. സോ തിക്ക് വെജിറ്റേഷൻ ഉള്ള ഒരു ഫോറസ്റ്റ് കമ്മ്യൂണിറ്റിയിലേക്കാണ് ഗ്രാജ്വലി ഒരുപാട് സീറാൽ സ്റ്റേജസിലൂടെ എത്തിയത്. സോ ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണ് ആദ്യത്തെ പൈനിയർ സ്പീഷീസ്. അത് കഴിഞ്ഞ് റീപ്ലേസ്ഡ് ആയിട്ട് സബ്മേർജ്ഡ് പ്ലാന്റ് സ്റ്റേജ് വന്നു. അത് കഴിഞ്ഞപ്പോൾ സബ്മേർജ്ഡ് ഫ്രീ ഫ്ലോട്ടിംഗ് പ്ലാന്റ് സ്റ്റേജുകൾ വന്നു. അത് കഴിഞ്ഞപ്പോൾ റീഡ് സ്വാമ്പ് സ്റ്റേജിൽ ഏരിയൽ ലീവ്സ് ഉള്ള റീഡ് സ്വാമ്പ് സ്റ്റേജുകൾ വന്നു. അത് കഴിഞ്ഞപ്പോൾ മാർഷ് മെഡോ സ്റ്റേജുകൾ വന്നു. അത് കഴിഞ്ഞപ്പോൾ സ്ക്രബ് സ്റ്റേജ് വന്നു. ഫൈനലി തിക്ക് വെജിറ്റേഷൻ ഉള്ള ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയുള്ള
ഒരു ഫോറസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി. ഇങ്ങനെയാണ് പ്രൈമറി സക്സഷൻ എവിടെ നടക്കുന്നത്? ഒരു വാട്ടർ അല്ലെങ്കിൽ ഹൈഡ്രാർച്ച് ഏരിയയിൽ ഹൈഡ്രാർച്ച് സക്സഷൻ, അതായത് വാട്ടർ അല്ലെങ്കിൽ വെറ്റ് ഏരിയാസിൽ ആ വെറ്റ് ഏരിയാസിൽ നിന്ന് ഹൈഡ്രിക് കണ്ടീഷൻ ടു മീസിക് കണ്ടീഷൻ, ഹൈഡ്രിക് കണ്ടീഷനിലേക്ക് മീസിക് കണ്ടീഷൻ എന്ന മീഡിയം വാട്ടർ കണ്ടീഷനുള്ള തിക്ക് വെജിറ്റേഷനുള്ള ഫോറസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈനൽ ക്ലൈമാക്സ് സ്റ്റേബിൾ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുന്നു. ഇതുപോലെയാണ് പ്രൈമറി സക്സഷൻ വാട്ടറിൽ നടക്കുന്നത്.